ഡോക്ടർ പി കെ ഗോപൻ പറയുന്നു, കർണാടകത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോണിന്റെ സിഗ്നലൊക്കെ കാണിച്ചത്. അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം, അവിടെ കോൺഗ്രസിന്റെ തണലിൽ കഴിയുന്ന ഒരാൾ അങ്ങനെ ഇപ്പോൾ ഈ ആത്മാർത്ഥമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നിലപാടൊക്കെ എടുക്കുന്നു കോൺഗ്രസ് എങ്കിൽ രാഹുലിനോട് അന്നേ കീഴടങ്ങാൻ പറയണമായിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ നാടകമാണെങ്കിൽ അത് അപ്പോൾ തന്നെ അവസാനിക്കില്ലേ എന്നാണ്. പക്ഷേ അപ്പോൾ കോൺഗ്രസിന്റെ ആരോപണങ്ങളെയാണോ താങ്കൾ കാര്യമായി പരിഗണിക്കുക, അതോ ഈ പറയുന്ന പ്രതിരോധവാദങ്ങളെയാണോ? അല്ല, ഇവർ രണ്ടുപേരും പറയുന്നതിൻ്റെയാണ് ഞാൻ ഒരേപോലെ തന്നെയാണ് കാണുന്നത്. ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു, രാഹുലിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, വരിക സാഹചര്യം എന്ന് കേൾക്കാൻ പറ്റും. അതായത് ആക്റ്റീവായിട്ട് മിനിറ്റുകൾ കൊണ്ട് ലൊക്കേറ്റ് ചെയ്യാവുന്ന ഇടത്ത് രാഹുൽ ഉണ്ട് എന്നല്ലേ ഗോപികൃഷ്ണൻ അതിൻ്റെ അർത്ഥം? എത്ര സമയം വേണം പോലീസിന് റിങ് ചെയ്യുന്ന ആക്റ്റീവായി നിൽക്കുന്ന ഒരു മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ? എത്ര സമയം വേണം? എത്ര മിനിറ്റ് വേണം വേണ്ടി വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ? അത് ഈ പോലീസിനെ ബോധപൂർവ്വം വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണെന്നും ഈ ഫോൺ റിങ് ചെയ്യുന്ന സ്ഥലത്ത് ആളില്ല എന്നുമൊക്കെയാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. അറിയില്ല, ഞാൻ പറഞ്ഞത് ചില സൂചനകൾ വരുന്നത്. അല്ല, ഇനി എന്ത് തന്നെ ആയാലും രാഹുലിനെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ അയാൾക്ക് അങ്ങനെ ഒന്നും ഒളിച്ചിരിക്കാൻ കഴിയില്ല. ലൊക്കേറ്റ് ചെയ്യാനും പിടിക്കാനും പറ്റാഞ്ഞിട്ടല്ല അത്. ഇത് ഇവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ചർച്ച കൊഴുപ്പിച്ച് നിർത്താൻ വേണ്ടി തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, കോൺഗ്രസ് അതിനെക്കാട്ടും വലിയ നിസ്സഹായാവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്നു, ഞാനും ചോദിച്ചിരുന്നു, ഇയാളെ നേരത്തെ ഇപ്പം ഈ ചെയ്ത പരിപാടി നേരത്തെ ചെയ്തുകൂടായിരുന്നോ? ഇയാളെ എന്തിന് വീണ്ടും ഈ പാലക്കാട് ഇലക്ഷനിൽ വർക്ക് ചെയ്യാൻ അനുവദിച്ചു? എന്തിന് ഇയാൾക്ക് വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് കൊടുത്ത് അയാളെ സഹായിച്ചു? എത്രയോ നാളുകളായി കോൺഗ്രസിൽ തന്നെയുള്ള സ്ത്രീകൾ പരാതി പറയുന്നു. ഇന്നലെ കണ്ടിരുന്നു എം.എ. ഷഹനാസ്, അവർ ഒരു എഴുത്തുകാരിയാണ്, കോൺഗ്രസിൻ്റെ വനിതാ വിഭാഗത്തിലെ സാംസ്കാരിക വിഭാഗത്തിൻ്റെ നേതാവാണ്. എത്രയോ നാൾ മുമ്പ്, എന്താണ് 4-5 വർഷം മുമ്പ് ഷാഫി പറമ്പലിനോട് പറഞ്ഞപ്പോൾ പുച്ഛിച്ച് തള്ളിയതാണ്. അവർ തുറന്നു പറയുകയാണത്. അതായത് ഇയാൾ ഒരു സെക്ഷൽ പെർവേർട്ടാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാളെ MLA ആക്കിയതും ഇയാളെ നേതാവാക്കിയതും എല്ലാം. അല്ലാതെ ഈ ഒരു 5-6 മാസം മുമ്പ് ഇങ്ങനെ കുറച്ച് വിവരങ്ങൾ, കുറച്ച് വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നപ്പോൾ പൊട്ടി വീണ വിവരമൊന്നുമല്ല. ഇത് ഈ നാട്ടിലെ കോൺഗ്രസ്സിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഇവരുടെ നിസ്സഹായത. കാര്യം ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇയാളുടെ നാവിൽ നിന്ന് വീഴാൻ പോകുന്ന പല സത്യങ്ങളും ഉണ്ടാകും. അതിനെ ഇവർക്ക് ഭയമാണ്. കാര്യം നഷ്ടപ്പെടാനൊന്നുമില്ല എന്നൊരവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പല കാര്യങ്ങളും കോൺഗ്രസിനെ പറ്റി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുടെ മുഖം മൂടികൾ ഇവിടെ വലിച്ചു കീറപ്പെടും? എത്ര പേര് പൊതുമധ്യത്തിൽ ഇങ്ങനെ നഗ്നരായി നിൽക്കേണ്ടി വരും? ആ ഒരു ഭയവും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇവർ വേണ്ടണോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് അഴകുഴമ്പൻ കളി കളിച്ച് അവസാനം നിവർത്തികെട്ട് ഈ കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചപ്പോൾ മാത്രം ഇവർ പുറത്താക്കിയത്. അത് അവരുടെ നിസ്സഹായതയാണ്. അതാണ് ആ നിസ്സഹായത CPM നല്ല ഗംഭീരമായിട്ട് മുതലെടുക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് അറസ്റ്റ് വൈകിക്കുകയാണ് എന്നുള്ളത് സത്യം തന്നെയാണിത്. പിന്നെ ഈ CPMൻ്റെ കാര്യം എന്താണ്? CPM ഇതിൽ നിന്ന് വ്യത്യസ്തരാണോ? അവർക്ക് അവരുടെ ശക്തമായ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ തീവ്രത ഇളക്കുന്ന മെഷീനുകളൊക്കെ വെച്ച് അവരുടെ പാർട്ടി കോടതിയും പാർട്ടി പോലീസും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകും. തീവ്രത കൂടിയ പീഡനം, തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ നല്ല താത്വിക അവലോകനങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു സാമർഥ്യവും ഒരു സംഘടനാ സംവിധാനവും പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ വെട്ടുക്കിളിക്കൂട്ടവും സൈബർ വെട്ടുക്കിളിക്കൂട്ടവും കൂടെ അവരെ അതങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഇവർക്ക് അങ്ങനെ ഒരു സംവിധാനം അവർക്കില്ല. എന്തായാലും ഇത് രണ്ടും കൂടെയുള്ള, അതായത് ഇത് ആരും മുമ്പിൽ, അതായത് ഈ പീഡനം എന്ന സ്ത്രീ പീഡനം അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളിലുള്ള ആ കോമ്പറ്റീഷനിൽ ഇപ്പോൾ ഗപ്പടിച്ച് നിൽക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്കിപ്പോൾ കൺഫ്യൂഷൻ ഉള്ളൂ. കോൺഗ്രസ് വളരെ മുന്നിലെത്തിയിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.